വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ടോപ്പ് ആൻഡ് സ്കേർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. ഒരു 3 വയസ്സ് വരെയുള്ള കുട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെഷർമെൻറ്റിലാണ് ഇത് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് നോക്കാം കേട്ടോ. ടോപ്പാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്, ലൈനിങ്ങിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 9 ഇഞ്ചാണ് കേട്ടോ. 1 ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് 10 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഷോൾഡർ നമ്മൾ എടുക്കുന്നത് 4.5 ഇഞ്ചാണ് കേട്ടോ. ആം ഹോളും 4.5 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുക. ചെസ്റ്റ് നമ്മൾ എടുക്കുന്നത് 6 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് 7 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. താഴേക്ക് നമ്മൾ 6 ഇഞ്ച് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഇനി അതും കൂടി ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആം ഹോൾ കർവ് വരച്ചെടുക്കാം കേട്ടോ. ഒരു 3/4 ഇഞ്ച് ഒരു ചെറിയൊരു ലൈൻ വരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്ക് കുഴിച്ചെടുത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് വരച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ നെക്കാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. നെക്ക് വിഡ്ത്ത് നമ്മൾ എടുക്കുന്നത് 2 ഇഞ്ചാണ്. നെക്ക് ലെങ്ത്ത് എടുക്കുന്നത് 2.5 ഇഞ്ചുമാണ്. ഇനി ഇതൊരു ബോക്സ് പോലെ വരച്ച് കൊടുത്തിട്ട് അതിനകത്ത് നമുക്ക് ഒരു നെക്കിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കുക. ഏത് നെക്ക് വേണമെങ്കിലും വരച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ റൗണ്ട് നെക്കാണ് വരച്ചെടുക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കൈക്കുഴി വരച്ചെടുത്തിരുന്നില്ല, അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നെക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നില്ല കേട്ടോ. നെക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം. അതായത് ഫ്രണ്ട് പീസും ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെയാണോ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഈ ഒരു നെക്ക് ഒന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു നല്ല പീസ് വെച്ചിട്ട്, അതായത് ഈ മെയിൻ തുണി വെച്ചിട്ട് ഈ ഒരു ലൈനിങ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഈ തുണി തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 2 പിന്ന് കൂടി കൊത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു പീസ് കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ഇഞ്ച് നമുക്ക് ഷോൾഡർ സ്ലോപ്പിംഗ് കൂടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് ബാക്ക് പീസിൻ്റെ ലൈനിങ്ങിൽ വെച്ചിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. കറക്റ്റ് അളവിന് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു നെക്ക് 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിരുന്നല്ലോ, അത് ഈ ഒരു ബാക്ക് പീസിൻ്റെ ലൈനിങ്ങിൽ കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് ഒന്ന് മാറ്റി വെക്കുക. ഇനി നമ്മൾ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള നെക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ നിന്ന് മുകളിലേക്ക് ഒരു 3 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു നെക്ക് വിഡ്ത്ത് കൊടുത്തിരുന്നില്ല 2 ഇഞ്ച്, അവിടെ നിന്ന് താഴേക്ക് ഒരു വി ഷേപ്പിൽ നെക്ക് വരച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ട് ഇവിടെയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ മെയിൻ തുണി വെച്ച് കൊടുത്തിട്ട് അതും കൂടെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരുമിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ അടയാളപ്പെടുത്തിയ നെക്കിൻ്റെ ഭാഗത്ത് കൂടെയും അതുപോലെ ഷോൾഡറിൻ്റെ ഭാഗത്തും അതുപോലെ താഴെ വശത്തും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുക കേട്ടോ. തുണി തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പിന്ന് കുത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഭാഗത്ത് കൂടിയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. പിന്നെ അതുപോലെ ആ ഒരു കൈക്കുഴിയുടെ ഭാഗത്തൊക്കെ ചെറിയൊരു കട്ടിങ് കൊടുക്കുക. അതുപോലെ നെക്കിൻ്റെ ഭാഗത്തും ചെറിയ രീതിയിൽ കട്ടിങ് കൊടുക്കുക കേട്ടോ. നമുക്ക് ഈ ഒരു സൈഡിലൂടെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മളിവിടെ മറിച്ചിട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് പീസും ബാക്ക് പീസിൻ്റെ ബാക്കും കൂടെ നമുക്കിതുപോലെ തന്നെ കട്ടിങ് കൊടുക്കാം കേട്ടോ. താഴെ നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ 2 സ്റ്റിച്ച് കൊടുത്തിരുന്നു, അതും കൂടി ഒന്ന് അവിടെയും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക.
ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാക്ക് പീസ് മറിച്ചിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ബാക്ക് പീസിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. രണ്ടും അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉൾവശത്ത് കൂടെ തന്നെ നമ്മൾ തിരിച്ചിട്ടെടുക്കുകയാണ്. അതിൻ്റെ വീഡിയോ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാക്ക് പീസ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇനി നമ്മളിവിടെ താഴെ 2 ഹുക്ക് വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ പുറകുവശത്തായിട്ടൊരു ബോ വെച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പം അതിനുള്ള പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ടോപ്പിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ടോപ്പ് നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പുറകുവശത്ത് ഒരു ബോയും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബോക്ക് നമ്മൾ ബട്ടനാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വെക്കാവുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത് 20 ഇഞ്ചാണ്. അതിൻ്റെ 1.5 ഇഞ്ച് അലവൻസും കൂടി ഒന്ന് ഇടപെടുത്തി കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു സ്കേർട്ടിൻ്റെ മുകളിലേക്ക് വേണ്ടിയിട്ട് ഒരു ബാൻഡ് പീസ് വേണം. ബാൻഡ് പീസിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുത്തിട്ടുള്ളത്. ബാൻഡ് പീസിൻ്റെ ലെങ്ത്ത് വേണ്ടത് നമുക്ക് 20 ഇഞ്ചാണ്. നമ്മളൊരു 22 ഇഞ്ചുള്ള പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു പീസിൻ്റെ വീതി വരുന്നത് 5 ഇഞ്ചാണ് കേട്ടോ. മടക്കി തയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 5 ഇഞ്ച് വീതിയുള്ള പീസ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ തുണിയൊന്ന് ആദ്യം നിവർത്തിയിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ തുണിയിൽ 1.5 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഈ അവസാനം വരെ 1.5 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി പോവുക. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ലൈനിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു പിന്ന് കുത്തി കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേ ലൈനിൽ നിന്നും നമുക്ക് ഇതുപോലെ തന്നെ മടക്കി കൊടുക്കുക. അങ്ങനെ 1.5 ഇഞ്ച് വിഡ്ത്തിൽ നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗത്ത് കൂടെ ഈ ഒരു രീതിയിൽ നമുക്ക് അവസാനം വരെ മടക്കി കൊടുത്തിട്ട് പിന്നെ കുത്തി കൊടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് പിന്നെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ബാൻഡ് പീസ് വെച്ച് കൊടുക്കുക. ബാൻഡ് പീസ് നമ്മൾ നല്ല വശത്തേക്ക് വെച്ച് കൊടുത്തിട്ട് മടക്കിയിട്ട് ഈ ഒരു ബാക്ക് വശത്തേക്ക് തിരിച്ചിങ്ങോട്ട് മടക്കി വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മുടെ ബാൻഡ് പീസ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഈ സൈഡ് വശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സ്കേർട്ടിൻ്റെ താഴെ വശവും മടക്കി തയ്ച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തയ്യൽ തുമ്പ് കാണാതെയുള്ള സ്റ്റിച്ചാണ് കേട്ടോ നമ്മൾ ഈ ഒരു സൈഡിന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്കേർട്ട് ആൻഡ് ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ റെഡ് കളർ കോമ്പിനേഷൻ വരുന്ന നല്ലൊരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഈ ഒരു രീതിയിലൊന്ന് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കൂ കേട്ടോ.